ബംഗാൾ ഉൾക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങി അപകടം. ഒഡീഷയിലെ പാരദ്വീപ് തീരത്ത് നിന്ന് 240 നോട്ടിക്കൽ മൈൽ അകലെ 24 ജീവനക്കാരുമായി സഞ്ചരിച്ച MV ഓഷ്യൻ വിന്നർ എന്ന കപ്പലാണ് മുങ്ങിയത്. കപ്പൽ ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് ഇരുമ്പയിരുമായി പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. കടലിൽ കുടുങ്ങിയ ജീവനക്കാർക്കായി ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നന്ദന രാജനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നന്ദന, വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു? എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഇവർക്ക് ലഭിച്ചതായി അറിയാൻ സാധിക്കുന്നുണ്ടോ? സേറ, തീർച്ചയായും വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്തു നിന്നും പുറപ്പെട്ട MV ഓഷ്യൻ വിന്നർ എന്ന ചരക്കുകപ്പലാണ് ഇന്നലെ രാത്രിയോടെ ബംഗാൾ ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. പാരദ്വീപ് തുറമുഖത്തു നിന്നും ഏകദേശം 240 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിക്ക് സമീപത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഒഡീഷയിൽ നിന്ന് 1700 ടൺ ഇരുമ്പയർ അയൺ ഓർ കയറ്റിക്കൊണ്ട് സിംഗപ്പൂർ വഴി ചൈനയിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ. കപ്പലിൽ ആകെ 24 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 20 പേർ ചൈനീസ് പൗരന്മാരും 3 പേർ മ്യാൻമർ സ്വദേശികളും ഒരു ബംഗ്ലാദേശ് സ്വദേശിയുമാണ് ഉണ്ടായിരുന്നത്. അപകട സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിലിനായി ICGS വരദ്, ICGS അൻമോൾ, ICGS വിജിത് എന്നീ അത്യാധുനിക കോസ്റ്റ് ഗാർഡ് കപ്പലുകളും നാവികസേനയുടെ നിരീക്ഷണ വിമാനങ്ങളും പ്രദേശത്തേക്ക് തിരിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആകാശമാർഗവും കടൽ മാർഗവും ഒരേപോലെ പരിശോധന നടത്തി വരികയാണ്. അപകടസ്ഥലത്തിന് സമീപത്തൂടെ കടന്നുപോയ MT ഐസോപോസ് എന്ന മറ്റൊരു ചരക്കു കപ്പൽ ലൈഫ് റാഫ്റ്റിൽ നിന്ന് 2 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 24 പേരിൽ നിന്നും 2 പേരെ രക്ഷപ്പെടുത്തി ബാക്കി 22 പേർക്കുള്ള തിരച്ചിലാണ് ഇപ്പോൾ മോശം കാലാവസ്ഥയും അവഗണിച്ച് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ടത് പനാമ രാജ്യത്തിന്റെ ഫ്ലാഗുള്ള ബൾക്ക് കാരിയർ വിഭാഗത്തിൽപ്പെട്ട കപ്പലാണ്. കപ്പലിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ പെട്ടെന്ന് നഷ്ടമാവുകയായിരുന്നു. ഇതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കടലിലുണ്ടായ പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനവും ഈ പറയുന്ന ഈ ഒരു അപകടത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇപ്പോൾ മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് ഈ ഒരു ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെയും മറികടന്നുകൊണ്ട് അവിടെ കോസ്റ്റ് ഗാർഡും അതുപോലെ നാവികസേനയും സംയുക്തമായ രീതിയിൽ ബാക്കി 22 പേരെ അല്ലെങ്കിൽ ആ 22 ജീവനുകളെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. സേറ, ശരി. നന്ദന രാജനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. ആകെ മൊത്തം 24 പൗരന്മാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്.